ഹെയർ മിക്സ് അങ്ങനെ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ എറിഞ്ഞൊതുക്കിയും അടിച്ചു തൂക്കിയും രാജസ്ഥാൻ റോയൽസ് അവരുടെ ഈ സീസണിലെ ഒരു അപരാജിത കുതിപ്പ് തുടരുകയാണ്. 4 മത്സരങ്ങളിലും 8 പോയിന്റുമായി അവർ 1-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ഇന്നലത്തെ മത്സരത്തിലെ ഹീറോ മറ്റാരുമല്ല, ദ യങ് ആൻഡ് വൈബ്രന്റ് വൈഭവ് സൂര്യവംശി തന്നെയാണ്. വെറും 26 ബോളിൽ നിന്നും 7 സിക്സും 8 ഫോറും ഉൾപ്പെടെ 78 റൺസാണ് ഇന്നലെ വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നേടിയത്. 300 സ്ട്രൈക്ക് റേറ്റിലാണ് പുള്ളിയുടെ ഒരു ബാറ്റിങ്. അവനെ സംബന്ധിച്ച് 300 സ്ട്രൈക്ക് റേറ്റൊന്നും അല്ല, അത് സ്ഥിരം ബാറ്റിംഗ് ശൈലി അങ്ങനെയാണ്, 100ആണ്. അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ, ഹേസൽവുഡ്, ജസ്പ്രീത് ബുംറ, ഇവിടെ ഒന്നും അവനെ സംബന്ധിച്ച് ഒരു മെയിൻ ബോളർ ഒരു പേടിയും ബഹുമാനമൊന്നും ഇല്ല. അവനെ സംബന്ധിച്ച് ഈ ഒരു വൈറ്റ് കളറിലുള്ള ഒരു സാധനമില്ലേ മുണ്ട ബോൾ, അത് മാത്രം അവൻ നോക്കി അല്ല, അതാണ് എൻ്റെ ഒരു സ്റ്റൈല്. അങ്ങനെ ഒരു ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെ കിട്ടില്ല വെടിക്കെട്ട് ഇന്നിങ്സ് കാഴ്ചകളാണ് ഹാറ്റ്സ് ഓഫ്. അപ്പോൾ നമുക്ക് ഇന്നലെ മത്സരത്തിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് വരാൻ മുൻപ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. മഴ മൂലം ഇന്നലെ മത്സരം വൈകിയാണ് ആരംഭിച്ചത്. ഏകദേശം ഒരു 8-8:45 ആദ്യ ബോളൊക്കെ എറിയുന്നത്. അപ്പോൾ ടോസ് നേടിയ രാജസ്ഥാൻ ക്യാപ്റ്റൻ റിയാൻ പരാഗ് RCB ബാറ്റിങ്ങിനൊക്കെയായിരുന്നു. RCBക്ക് വേണ്ടി ആദ്യം ഓപ്പണിംഗ് ബാറ്റിംഗ് ചെയ്തത് ആസ് യൂഷ്വൽ വിരാട് കോഹ്ലിയും ഫിൽസാട്ടും കൂടിയാണ്. എന്നാൽ ഫിൽസാട്ടിനെ ആദ്യ ബോളിൽ തന്നെ ജോഫ്ര ആർച്ചർ, ധ്രുവ് ജോർഡൻ്റെ കൈകളിലെത്തുകയായിരുന്നു. RCBക്ക് ആദ്യ ഒരു പ്രഹരം, അതായത് ഒരു ബൗൺസർ, കിഡിലും ബൗൺസർ, ബോൾ കുത്തിയത് പറഞ്ഞുള്ളൂ. പിന്നെ അങ്ങോട്ട് പോയെന്ന് ഫിൽസാട്ടിനെ പോലെ അറിയില്ല, അമ്മാതിരി സാധനം. ഫിൽസാട്ട് ഈ സീസണിൽ ഒരു അത്ര നല്ലൊരു തുടക്കമല്ല ഫിൽസാട്ടിന് ലഭിക്കുന്നത്. അടുത്ത മത്സരങ്ങളിൽ ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാൽ വൺ ഡൗണായി വന്ന ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും ചേർന്ന് 2-ാം വിക്കറ്റിൽ 45 റൺസിൻ്റെ പാർട്ണർഷിപ്പ് RCBക്ക് ഭേദപ്പെട്ട ഒരു തുടക്കം സമ്മാനിക്കുകയായിരുന്നു. 3-ാം ബോൾ എറിഞ്ഞ ജോഫ്ര ആർച്ചർ അവസാന ബോളിൽ ഷിംറോൺ ഹെറ്റ്മായറുടെ കൈകളിലെത്തി ദേവദത്ത് പടിക്കലിനെ പുറത്താക്കിയിരുന്നു. അതൊരു നല്ലൊരു ഉഗ്രൻ ക്യാച്ചിലൂടെയാണ്. 5-ാം ബോൾ എറിയുന്ന രവി ബിഷ്ണോയി വിരാട് കോഹ്ലിയും പറഞ്ഞു വഹിച്ചതോടുകൂടി RCB ബാറ്റിംഗ് പ്രതിരോധത്തിലാവുകയായിരുന്നു. 16 ബോളിൽ 7 ഫോർ ഉൾപ്പെടെ 82 റൺസാണ് വിരാട് കോഹ്ലി ഇന്നലെ RCBക്ക് വേണ്ടി വന്നത്. ഒരു ക്ലാസ് ഇന്നിങ്സ് എന്നാണ് പറയാം. പിന്നീട് 7-ാം ബോൾ കൃണാൽ പാണ്ഡ്യയും അതുപോലെ തന്നെ 9-ാം ബോൾ ജിതേഷ് ശർമ്മയും കൂടി നഷ്ടമായതോടുകൂടി 76-5 എന്നതിൽ RCB ബാറ്റിംഗ് തകർന്നിടുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ ടിം ഡേവിഡ് ഇറങ്ങിയെങ്കിലും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. 11-ാം ബോളിൽ ലാസ്റ്റ് ബോളിൽ ബ്രിജേഷ് ശർമ്മ ഷിംറോൺ ഹെറ്റ്മായറുടെ കൈകളിൽ എത്തുകയായിരുന്നു. വെറും 13 റൺസ് മാത്രമേ ടിം ഡേവിഡിന് ഇന്നലെ നേടാനാണ്. അങ്ങനെ RCBയുടെ വിക്കറ്റുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് RCB ക്യാപ്റ്റൻ രജത് പട്ടിദാർ RCBക്ക് വേണ്ടി നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുകയായിരുന്നു. RCBയുടെ സ്കോർ താഴാതെ ആ ഒരു പേസ് തന്നെ കൊണ്ടുപോകാൻ RCBയുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാറിന് സാധിച്ചു. RCB ക്യാപ്റ്റൻ രജത് പട്ടിദാർ ഇന്നലെ 4 ഫോറും 4 സിക്സും ഉൾപ്പെടെ 40 പന്തിൽ 63 റൺസാണ് ഇന്നലെ RCBക്ക് വേണ്ടി നേടിയത്. പിന്നെ ഓൾറൗണ്ടർ പവർ ഹിറ്റായ രോമാരി ഷെപ്പേർഡ് ഇന്നലെ ഇറങ്ങിയെങ്കിലും ചെറിയൊരു 4 ഒരു 6 ഒക്കെ ഉൾപ്പെടെ 22 റൺസ് മാത്രമേ രോമാരി ഷെപ്പേർഡിന് ഇന്നലെ നേടാൻ സാധിച്ചുള്ളൂ. പിന്നീടാണ് ഇമ്പാക്ട് പ്ലെയറായിട്ട് ആദ്യമായി RCBക്ക് വേണ്ടി കളിക്കാറുള്ള വെങ്കടേഷ് അയ്യർ വരുന്നത്. വെങ്കടേഷ് അയ്യർ RCB ഒരു 200 നടത്താൻ സാധിച്ചെന്നാണെങ്കിൽ 29 റൺസാണ് ഇന്നലെ വെങ്കടേഷ് അയ്യർ RCBക്ക് വേണ്ടി നേടിയത്. ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് RCBക്ക് ബാറ്റിംഗ് ഉണ്ടാക്കാൻ സാധിച്ചെന്നത് നല്ലൊരു കാര്യമാണ്. ഒരുപക്ഷെ ഇമ്പാക്ട് പ്ലെയറായിട്ട് ബോളിങ്ങിൽ ജേക്കബ് ഡഫിയെ കൊണ്ടുവരാൻ ഇടുന്നതായിരിക്കാം, അങ്ങനെ ഒരു പ്ലാനിലായിരിക്കാം. പെട്ടെന്ന് ബാറ്റിങ്ങിലൊരു കൊളാപ്സ് ആയതാണ് വെങ്കടേഷ് അയ്യർ ബാറ്റിങ്ങിലേക്ക് ഇമ്പാക്റ്റായിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ RCB 201-8 എന്നതിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സ്കോറിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ 201-200 എന്നൊന്നും പറയുന്നത് ഈ വൈഭവ് സൂര്യവംശിയും ജയ്സ്വാളൊന്നും വെടിക്കെട്ട് ബാറ്റ്സ്മാർക്കൊന്നും ഒരു സ്കോറേ അല്ല. അങ്ങനെ RCBയുടെ 201 സ്കോർ ചേസ് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഓപ്പൺ ചെയ്ത് ജയ്സ്വാളും സൂര്യവംശിയും കൂടിയാണ്. ജയ്സ്വാളിലെ പവർ പ്ലേയിലെ 2-ാം ബോളിൽ ഹേസൽവുഡ് ജിതേഷ് ശർമ്മയുടെ കയ്യിൽ എത്തിച്ചെങ്കിലും പിന്നീടാണ് നമ്മുടെ വൈഭവിൻ്റെ വൈഭവമായ വെടിക്കെട്ട് കാണുന്നത്. വൺ ഡൗണായി ഇറങ്ങിയ ധ്രുവ് ജോർഡനെ കൂട്ടുപിടിച്ച് 2-ാം വിക്കറ്റിൽ 20 ചേർന്ന് 108 റൺസിൻ്റെ പാർട്ണർഷിപ്പ് രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലെത്തിക്കാനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പവർ പ്ലേയിൽ തന്നെ 20 കൂടി രാജസ്ഥാനെ 97 റൺസിനാണ് എത്തിച്ചത്. RCBയുടെ മെയിൻ ബോളേഴ്സായ ജോസ് വെയ്സോർഡും അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാറും ഈ സൂര്യവംശിയുടെ ബാറ്റിൻ്റെ ചൂട് ശരിക്കും അറിഞ്ഞു. അവന് ഹേസൽവുഡ് എന്ന് അതേപോലെ ഭുവനേശ്വർ കുമാറൊന്നുമില്ല, അടിയോടടി. എന്നാൽ 9-ാം ബോൾ എറിയാനെത്തിയ കൃണാൽ പാണ്ഡ്യ വൈഭവ് സൂര്യവംശിയും അതുപോലെ തന്നെ ഷിംറോൺ ഹെറ്റ്മായറിനെയും അടുത്തടുത്ത പന്തുകളിൽ പുറത്താക്കി ബാംഗ്ലൂരിനൊരു ചെറിയ ബ്രേക്ക് ത്രൂ നൽകി. പിന്നാലെ തന്നെ ക്യാപ്റ്റൻ റിയാൻ പരാഗിനെയും പറഞ്ഞയച്ചതോടുകൂടി ബാംഗ്ലൂർ മത്സരത്തേക്കൊരു തിരിച്ചുവരവ് നടത്തി.
എന്നാൽ അതൊരു വെറും ചെറിയൊരു ആശ്വാസമായിരുന്നു ബാംഗ്ലൂരിനോട് പറയാം. എന്നാൽ 5ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ധ്രുവ് ജുറലും രവീന്ദ്ര ജഡേജയും രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. ഇരുവരും ചേർന്ന് 68 റൺസ് പാർട്ട്ണർഷിപ്പ് വെറും 18 ഓവറിൽ രാജസ്ഥാൻ റോയൽസ് മത്സരം വിജയിക്കുകയായിരുന്നു. 43 ബോളിൽ 3 സിക്സും 8 ഫോറും ഉൾപ്പെടെ 81 റൺസായിരുന്നു ഇന്നലെ ധ്രുവ് ജുറൽ രാജസ്ഥാന് വേണ്ടി അടിച്ചെടുത്തത്. അങ്ങനെ രാജസ്ഥാൻ ഈ മത്സരം വിജയിച്ച് അവർ 8 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. അതുപോലെ RCB 4 പോയിന്റുമായിട്ട് അവർ 3ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ അടുത്ത മത്സരം വരുന്നത് മുംബൈ ഇന്ത്യൻസ് ആയിട്ടാണ്. അത് ഏപ്രിൽ 12 ഞായറാഴ്ച രാത്രിയായിരിക്കും. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഏപ്രിൽ 13 സൺറൈസേഴ്സുമായിട്ടാണ്. അപ്പോൾ അടുത്തൊരു മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതിലേക്കും ബൈ.